ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പ്രാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടല വെച്ചിട്ട് ന്യൂട്ടല്ല എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 1 കപ്പ് കടല കഴുകി നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു കിച്ചൻ ടവലിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. ഇതിലൊക്കെ ഒരുപാട് മണ്ണും പൊടിയും ഉള്ളതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകാതെ ഒരു കാരണവശാലും കടല എടുക്കരുത്. നന്നായി തുടച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതുപോലെ നിരത്തിയിടുമ്പോഴേക്കും കടല നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും. എന്നിട്ട് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം റിവേഴ്സ് ബട്ടണിലൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കടലയുടെ തൊലി ഒരുപാടിങ്ങ് വേറിട്ട് കിട്ടും. ഇത് നമ്മൾ അരിയൊക്കെ പാറ്റുന്നത് പോലെ ഒന്ന് മുറത്തിലിട്ടൊന്ന് പാറ്റിയെടുത്തു കഴിഞ്ഞാൽ തൊലി സെപ്പറേറ്റ് ആയിട്ട് വരും. അതിങ്ങ് മാറ്റിയെടുക്കാം. കുറച്ച് കടലയുടെ തൊലി പോകാതെ കിടക്കും, അത് പ്രശ്നമില്ല. ഇനി ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഈ കടല ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെയൊന്ന് ക്രഷ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കടലയുടെ പച്ചമണമൊക്കെ പൂർണ്ണമായിട്ടും അങ്ങ് മാറിക്കിട്ടുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്യാനായിട്ട്. കടലയുടെ നല്ലൊരു മണം വരുമ്പോഴേക്കും നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. കടലയുടെ ചൂട് മാറിക്കഴിയുമ്പോഴേക്കും ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സി ജാറിലേക്ക് കടല ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നല്ല സ്മൂത്തായിട്ടുള്ള ന്യൂട്ടല്ല കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി അതേ മിക്സി ജാറിലേക്ക് തന്നെ 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കുകയാണ്. അപ്പോൾ 1 കപ്പ് കടലയ്ക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ന്യൂട്ടല്ല കിട്ടിയിട്ടുള്ളത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് സെറ്റായി കിട്ടും. ഈ ഓയിലിന് പകരം നമുക്ക് ബട്ടറും ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇത് കടല വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറയുകയില്ല, ന്യൂട്ടല്ലയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ചപ്പാത്തിയിലും ബ്രെഡിലും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.